ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാലോ. മുട്ടക്കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 6 കോഴിമുട്ട വെള്ളത്തിലൊന്ന് പുഴുങ്ങാനിട്ടിട്ടുണ്ട്. അത് നന്നായി പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിവിടെ മുട്ടക്കറി വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തേങ്ങാപ്പാലിനുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പു, ബിരിയാണി ഇല, ഏലക്ക ഇതെല്ലാം ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇനി ഇതിലേക്ക് ഒരു 4 സവോള, വലുതായിരിക്കണം കേട്ടോ. വലിയ സവോളയാണെങ്കിൽ 4, ചെറുതാണെങ്കിൽ 5 എടുക്കണം. അപ്പോൾ ഒരു 4 സവോള എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇതിനെ നല്ലപോലെ ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇത് ലേശം ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഒരു 2 തക്കാളി, ഒരു 3 പച്ചമുളക് നടുവായി കീറിയത്, കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഉടഞ്ഞു വരണം. അപ്പം മുട്ടക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതുപോലെ വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന പോലെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലകൾ ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒരു തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് 2ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ ഈ തക്കാളി ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വെന്ത് കിട്ടണം. ഞാനിവിടെ 1 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 1 തേങ്ങയുടെ 2ാം പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് 2ാം പാൽ കുറച്ചേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം കേട്ടോ. നന്നായി ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ നന്നായി വേകുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം, അടിപ്പിടിക്കാൻ പാടില്ല. ഈ സമയത്ത് നമ്മൾ ഉപ്പ് എരിവൊക്കെ നോക്കണം. ഇനി ഇതിൽ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ കൂടെ ഉപ്പിടുന്നുണ്ട്. ഇനി ഇതുപോലെ ചാറ് നന്നായി ഒന്ന് കുറുകി വരുമ്പോൾ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഓരോന്നായിട്ട്, ഞാനിത് 2ആയി കീറിയ മുട്ടയാണ്, ഇത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് മുഴുവനായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം. ഞാൻ ഇതൊരു 3 എണ്ണം മുഴുവനായിട്ട് ഇടുന്നുണ്ട്, ഒരു 3 എണ്ണം 2ആയി കീറി ഇട്ടിട്ടുണ്ട്. കാരണം കീറി ഇടുമ്പോൾ ആ മഞ്ഞക്കരുവിൻ്റെ ആ ഒരു കൊഴുപ്പ് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ആദ്യം മുട്ട 2ആയി കീറി ഇടുന്നത്. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു തിക്നെസ് ഉണ്ടാവും, ഒരു മുട്ടയുടെ ഫ്ലേവർ ഉണ്ടാവും കറിക്ക്. ഇനി ഇതിലേക്ക് ഇത് 1ാം പാൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി അതും കൂടെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഈ തിളയ്ക്കുന്നത്. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം 1ാം പാൽ ഒഴിക്കാൻ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്ത് ലേശം 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇത്രയും ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി ഇവിടെ റെഡി കേട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇത്. ആപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.